കുറെ നാൾ മുന്നേ ചെയ്യണമെന്ന് വിചാരിക്കും, അവസാനം മറന്നു പോകും. ഇന്നലെ ചേട്ടൻ പുതിയൊന്ന് വാങ്ങിയപ്പോൾ വീണ്ടും മനസ്സിലെടുപൊട്ടി. പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നമ്മൾ പുതിയ എടുക്കുന്നില്ല, പഴയതുകൊണ്ടാ ചെയ്യാൻ പോകുന്നത്. പഴയതാണെങ്കിലോ ക്ഷയിച്ചു പോയ തറവാട് പോലെ ഒരു സൈഡ് മുഴുവനും പശയൊക്കെ പോയിരിക്കുക. പുതിയ ടേപ്പ് വെച്ച് ഓരോരുത്തർക്ക് പറ്റുന്നില്ല, പിന്നെയാണ് പഴയതല്ലേ. ലെറ്റ് സീ, നമുക്ക് നോക്കാം. ഇതിന്റെ ഇപ്പോൾ ഒരു സൈഡ് മാത്രമേ പശയുള്ളൂ, മറ്റേ ഭാഗം പേപ്പർ അങ്ങ് ഒട്ടിപ്പോയി. ആ പശയുള്ള ഭാഗത്ത് സ്റ്റിക്കർ അങ്ങ് പൊളിച്ച് മാറ്റിയിട്ട് അവിടെ ഹാപ്പി ന്യൂ ഇയർ എഴുതാൻ നോക്കിട്ടോ. പക്ഷേ സ്പെല്ലിംഗ് വലുതായതുകൊണ്ട് ഹാപ്പി 2024 ആക്കി. പതിയൊന്ന് മടക്കി അടിഭാഗവും സൈഡും ഒട്ടിച്ചു, നടുക്കൊരു ഗ്യാപ്പ് വിട്ടു. എന്നിട്ട് അത് നേരെ പൈപ്പിലേക്ക് വെച്ചു കൊടുത്ത് മുറുക്കി പിടിച്ചോളം, ഇല്ലെങ്കിൽ പണി കിട്ടും. പൈപ്പിന് പതിക്കെ തുറന്നു കൊടുക്കാം. അടിപൊളിയായിട്ട് വീർത്തു വരുന്നുണ്ട്. പക്ഷെ നമ്മൾ എഴുതിയതൊക്കെ പോയിട്ടോ. വേഗം തന്നെ ഞാനൊരു ത്രെഡ് വെച്ച് ചുറ്റിക്കെട്ടി നീണ്ടു നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഉള്ളം കൈ വെച്ചപ്പോൾ അറിഞ്ഞത് നമ്മൾ എഴുതിയതൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ബബിൾ വലുതാകുന്നതനുസരിച്ച് അതും വലുതായി പോയതാണ് കേട്ടോ. അങ്ങനെ പാടില്ലല്ലോ, നമുക്ക് ഹാപ്പി ന്യൂ ഇയർ കാണണ്ടേ. പേനോണ്ട് കുട്ടപ്പനാക്കാൻ നോക്കിയപ്പോൾ പാളി പോയതുകൊണ്ട് ഞാൻ പിന്നെ പെർമനന്റ് മാർക്കർ എടുത്ത് കൊത്തുപണിയൊക്കെ ചെയ്തു കൊടുത്തു. അവസാനം ഒരു ഏലിയൻ കുഞ്ഞിന്റെ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഞാനിതിനെ ഏലിയൻ ബബിൾ എന്നാണ് പേരിട്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും പേര് തോന്നുന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണേ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബബിൾ ലീക്ക് ചെയ്യാൻ തുടങ്ങിട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, നെക്കി പിടിച്ചു. പിന്നെ എന്റെ പാത്രത്തിൽ നെക്കി പൊട്ടിക്കാൻ വേറൊരു ബബിൾ കൂടെ ഉണ്ടാക്കി കൊടുത്തു. ബബിൾ ഹാക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളവരും വീഡിയോ ഇഷ്ടപ്പെട്ടവരും ലൈക്കോ കമന്റോ ചെയ്യണേ.